ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സനീഹ എഴുതിയിരിക്കുന്നൊരു മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സനീഹ. ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ഏകദേശം 5 വർഷത്തിന് മുമ്പ് പെട്ടെന്ന് മരിച്ചു പോവുകയായിരുന്നു. യങ് ആയിരുന്നു. പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് എങ്ങനെയാണെന്ന് ഒരു പിടിയുമില്ല. അതോടുകൂടി അച്ഛന് വല്ലാത്ത മനോവിഷമമായി. ഞാൻ മാത്രമേ ഉള്ളൂ മകളായിട്ട്. വേറെ കുട്ടികളൊന്നുമില്ല. പുള്ളിക്ക് ഒരു ഓഫീസിൽ ജോലിയുണ്ടായിരുന്നു. നല്ല രീതിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. പെട്ടെന്ന് എല്ലാം താറുമാറായി. അച്ഛൻ ഒരു രീതിയിലും ജോലിക്കൊന്നും പോയി സമ്പാദിക്കാൻ തോന്നുന്നില്ല. ഡിപ്രഷനിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുള്ളിയുടെ ഓഫീസിലുള്ള ആളുകൾ വന്ന് കുറേയധികം പുള്ളിയെ പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെ ഇരുന്നാൽ പോരാ, സാറ് വന്ന് ഓഫീസിലിരിക്കെ, ഞങ്ങൾ ആ ജോലി ചെയ്യാം, ശമ്പളമെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ പതുക്കെ പതുക്കെ പുള്ളിയെ ഓഫീസിൽ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെയാണ് പുള്ളി ജോലിയിലേക്ക് വന്നത്. അത് കഴിഞ്ഞതിൽ പിന്നെ കറക്റ്റായിട്ട് സാലറി കിട്ടുന്നത് കൊണ്ട് ദാരിദ്ര്യമില്ലാതെ പോയി. പിന്നെ ഇടയ്ക്ക് എൻ്റെ അമ്മയുടെ അമ്മയും വന്ന് നിൽക്കും. വല്ലപ്പോഴേ ഉള്ളൂ, മാസത്തിൽ 2 ആഴ്ച നിൽക്കും. 2 ആഴ്ച എൻ്റെ മാമൻ്റെ വീട്ടിൽ നിൽക്കും. അങ്ങനെയായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ തന്നെ പാചകവും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഓഫീസിൽ പുതുതായി ട്രാൻസ്ഫർ കിട്ടി ഒരു സ്ത്രീ വന്നത്. അവർ ചെറുപ്പക്കാരിയെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ചെറുപ്പക്കാരിയാണ്. 30 വയസ്സിൽ ചെറുപ്പമാണല്ലോ. അവരുടെ ഹസ്ബൻഡ് അവരെ ഉപേക്ഷിച്ച് പോയതാണ്. കുട്ടികളൊന്നുമില്ല. ഒരു ശൃംഗാരിയാണ്. കണ്ടു കഴിഞ്ഞാൽ മാദകത്വമുള്ള ഒരു സ്ത്രീ. എല്ലാവരോടും കൊഞ്ചിയും കുഴഞ്ഞുമാണ് സംസാരിക്കുന്നത്. 2-3 വട്ടം ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ അതിര് കടന്നുള്ള പെരുമാറ്റം പലരോടും ഞാൻ കണ്ടു. അച്ഛനോടും അവർ അങ്ങനെ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അച്ഛനിടയ്ക്ക് വന്ന് മറ്റുള്ളവരോട് കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഷാരി എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്, അവൾ മേത്തും പൊട്ടി നിന്നേ സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കുറ്റം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവൾക്ക് അച്ഛനാണ് മെയിൻ ടാർജറ്റെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അത്രയ്ക്ക് കൊഞ്ചലും കുഴച്ചിലുമൊക്കെ ചില ദിവസങ്ങളിൽ ഞാൻ ചോറ് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല സ്ത്രീയെ. അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണെന്നോ രണ്ടാനമ്മയാകാൻ പറ്റിയ ടൈപ്പാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛന് വേറൊരു കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യം കട്ടപ്പോകയെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ പിന്നീടായി കഴിഞ്ഞപ്പോഴേക്കും അവളെങ്ങനെയോ അച്ഛനെ മയക്കിയെടുത്തു. ഇടയ്ക്ക് അച്ഛൻ്റെ കൂടെ വീട്ടിൽ വരും. എന്നിട്ട് എന്നോട് വളരെ സ്നേഹത്തോടുകൂടി, മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിലങ്ങ് വിചാരിക്കുകയാണ്. ഇവളെന്ത് മനസ്സിൽ വിചാരിക്കാനാണ്? അച്ഛൻ എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്നും ഞാൻ കല്യാണം കഴിച്ചാൽ ശരിയാകുമോയെന്ന് അറിയില്ല. ആദ്യത്തെ ജീവിതം ചൂടുവെള്ളത്തിൽ വീണ പോലെയായിരുന്നു. പിന്നെ മോളുടെ അച്ഛൻ പാവമാണെന്ന് തോന്നുന്നു. മോളും ഒരു പാവമല്ലേ? അപ്പോൾ ഞാനിവിടെ രണ്ടാനമ്മയായിട്ട് വന്നു കഴിഞ്ഞാൽ മോൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. വളരെ സൗമ്യമായി വളരെ നല്ലവളായിട്ടാണ് ചോദിക്കുന്നത്. എനിക്ക് പക്ഷേ ഇവരുടെ ചേഷ്ടകളെന്ന് മനസ്സിലായിട്ടുണ്ട്, അത്ര നല്ല സ്ത്രീയല്ലെന്ന്. പക്ഷേ ഒന്നും പറയാനും പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി മാഡം. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അവർ രണ്ടുപേരും കൂടി കല്യാണം കഴിച്ചത്. അതോടുകൂടി അവരുടെ ഭാവമൊക്കെ അങ്ങ് മാറി. ഇവിടെ വന്നതിൽ പിന്നെ എന്നോട് പറഞ്ഞു, പണ്ടൊക്കെ മോളല്ലേ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, ഇനി മോളൊന്നും ചെയ്യണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ്. പക്ഷേ മോളെന്നെ അമ്മയെന്ന് വിളിക്കരുത്, ആൻറ്റിയെന്ന് വിളിച്ചാൽ മതി, നമുക്ക് രണ്ടുപേർക്കും അധികം പ്രായമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ്. അവരുടെ കുഴച്ചിലും മറ്റും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു എൻ്റെ ജീവിതം കുളമാകാൻ പോവുകയാണ്. അവരോട് അധികം സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. പഠിക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കാം എന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്നു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കെങ്കിലും അവർ പിന്നീട് പല കാര്യത്തിലും എന്നെ ഭരിക്കാൻ തുടങ്ങി. അവിടം തൂത്ത് വൃത്തിയാക്കിയില്ല, ഇവിടെ ശരിയായില്ല, ബാത്റൂം ശരിയല്ല, അച്ഛൻ്റെ ഷർട്ട് എന്താ നീ നനയ്ക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭരിക്കാനും പറ്റി തുടങ്ങി. ഞാൻ പിന്നീട് അവരോട് എതിർത്ത് പറയാൻ തുടങ്ങി. അച്ഛൻ കമാന്നൊരക്ഷരം വേണ്ടിയില്ല. കാര്യം അച്ഛൻ അവരിൽ മയങ്ങിപ്പോയിരുന്നു. അതുമാത്രമല്ല മാഡം, TV കാണാൻ വേണ്ടിയിട്ട് മുൻവശത്തേക്ക് പോകാനേ പറ്റില്ല. അച്ഛൻ്റെ മടിയിൽ അങ്ങ് കിടക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും കൈകൾ നീട്ടി അവർ കാണിക്കുന്ന മായാജാലങ്ങൾ എനിക്കിവിടെ പറയാൻ പറ്റില്ല. ഞാൻ ആ വീട്ടിലുണ്ടെന്നുള്ള ചിന്തയെ അവർക്കില്ല. കാര്യം അവർക്കെപ്പോഴും വേറെ മൂഡായിരിക്കും. അച്ഛൻ മൂഡില്ലെങ്കിൽ കൂടി അവർ നർത്തനമാടി മൂഡ് ഉണ്ടാക്കിയെടുക്കുന്ന ടൈപ്പാണ്. അതുമല്ല മാഡം, ഞാൻ TV റൂമിലേക്ക് വൈകുന്നേരം ചെല്ലുമ്പോൾ മോള് സീരിയലൊന്നും കാണണ്ട, മോള് അങ്ങ് പോയിക്കോ, പോയിരുന്ന് പഠിക്ക് എന്ന് പറഞ്ഞ് എന്നെ ആട്ടി അകറ്റും. അവർക്ക് ആ സ്വീകരണ മുറിയിൽ ഓപ്പണായി പല കാര്യങ്ങളും ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അച്ഛനാദ്യം എൻ്റെ കാര്യം ഓർത്ത് ഇത്തിരി ജാള്യത ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ പിന്നീട് ഇവരങ്ങ് ഇറങ്ങി താണ്ഡവമാടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ആ നാണം അങ്ങ് മാറി. ഞാൻ
ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും അച്ഛൻ ശ്രദ്ധിക്കാതായി. ഇനിയിപ്പോൾ കംപ്ലൈൻറ്റ് പറഞ്ഞ് അച്ഛന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അച്ഛനെ കൊണ്ടുപോയി സോഫയിലിരുത്തി പിന്നെ തഴുകലും തലോടലുമാണ്. അത് കഴിയുമ്പോഴേക്കും മടിയിലേക്ക് അങ്ങ് ചായും. പിന്നെ അവിടെ നടക്കുന്നത് എന്താണെന്ന് ഞാൻ പലവട്ടവും നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് ഈ ഒരു കാര്യത്തിൽ PhD എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയുണ്ടോ? സാധാരണ ആളുകളാണെങ്കിൽ എന്തായാലും നാക്കും വായും ഒന്ന് കഴയ്ക്കും. ഇവർക്ക് പക്ഷേ അങ്ങനെയൊന്നുമില്ല. അഹോരാത്രം പണിയെടുക്കാൻ അവർ മിടുക്കിയാണ്. ഏത് രീതിയിലും പുരുഷനെ എങ്ങനെ വളച്ചെടുക്കണമെന്നവർക്ക് നന്നായിട്ടറിയാം. വളച്ചെടുക്കുക മാത്രമല്ല, നിലനിർത്തുക. നാണം വേണ്ട പെണ്ണിന് എന്നുള്ളത് എനിക്കന്ന് മനസ്സിലായി. പുറത്ത് പറയാൻ പറ്റാത്ത പല രംഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒരു കെട്ടുകുതിരയെ പോലെയാണ്. ഒരു പ്രശ്നവും അവർക്കില്ല. മുകളിലും താഴെയും വശങ്ങളിൽ നിന്നും അവർ എപ്പോഴും ഊർജ്ജപ്രവാഹനം ചെയ്തുകൊണ്ടിരുന്നു. അടങ്ങാത്ത ഒരു മനസ്സിൻ്റെ ഉടമയാണവർ. അടങ്ങാത്ത മനസ്സ് മാത്രമല്ല, അടങ്ങാത്ത പലതും അവർക്കുണ്ടെന്ന് മനസ്സിലായി. അച്ഛൻ ഒരു ദിവസം പാഠം പഠിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അച്ഛനപ്പോഴേക്ക് പ്രൊമോഷൻ കിട്ടി, നല്ല സാലറി കിട്ടിയത് കൊണ്ട് അച്ഛനേക്കാൾ കേമൻ വേറെ ഇല്ലെന്നുള്ള മട്ടിലായിരുന്നു അവരുടെ പെരുമാറ്റം. അതുമാത്രമല്ല, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ എന്നെ നിയന്ത്രിക്കാനോ ഒന്നും അവർ വരില്ല. പിന്നെ വഴക്ക് പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ 24 മണിക്കൂറും അവർക്ക് മറ്റ് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ചിന്ത. അവർ ഒരു പായും കുതിര തന്നെ. ഞാൻ ഓർക്കും, ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് 24 മണിക്കൂറും ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത്? വല്ലാത്തൊരവസ്ഥ തന്നെ. പക്ഷേ അവരുടെ രംഗങ്ങൾ പലപ്പോഴും കണ്ട് എനിക്ക് ഇതിപ്പോൾ അച്ഛനും രണ്ടാനമ്മയുമാണോ അതോ ഞാനേതെങ്കിലും ഫിലിം കാണുകയാണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ പണ്ടത്തെ അന്തരീക്ഷം, അമ്മ ഉണ്ടായിരുന്നപ്പോഴുള്ള അന്തരീക്ഷമില്ലേ, അതങ്ങ് പാടെ മാറിപ്പോയി. ഇവിടെ ഇപ്പോൾ ഞാനേതോ സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന പോലെ തോന്നും. 24 മണിക്കൂറും ഇങ്ങനെയൊക്കെയുള്ള റൊമാൻറ്റിക് ഭാവചലനങ്ങൾ തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം അവരെന്നോട് പറഞ്ഞു, എടി മോളെ, ഒരു കാര്യം ഞാൻ പറയാം. നീ ഇങ്ങനെ അടിയുടുപ്പുകളൊന്നും കൊണ്ട് മുൻവശത്തിടരുത്. അത് കൊണ്ടുപോയി ടെറസിലിടണം. ടെറസിലിട്ട് നല്ല വെയിൽ കൊണ്ട് അത് കായണം. ഇവിടെ ഉണ്ടല്ലോ ആൻറ്റി വെയിൽ എന്ന് പറഞ്ഞപ്പോൾ, ഇവിടെ ഇങ്ങനെ ഇടരുത്, നീ പ്രായപൂർത്തിയായൊരു പെണ്ണല്ലേ, അപ്പോൾ ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞു, ആൻറ്റി പ്രായപൂർത്തിയായതല്ലേ, ആൻറ്റി എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ കാക്കട ചിറക് പോലെ കൊണ്ട് കെട്ടിത്തൂക്കിയിരിക്കുന്നത്? അതെല്ലാം നീ മേളിലിടണം കേട്ടോ, ഞാൻ പറഞ്ഞത് നീ കേട്ടാൽ മതി എന്ന് പറഞ്ഞു. തർക്കിക്കാൻ എനിക്ക് മനസ്സിലാത്തതുകൊണ്ട് ഞാൻ മുകളിൽ കൊണ്ടിടാൻ തുടങ്ങി. പക്ഷേ ഉർവശി ശാപം ഉപകാരം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അന്നേരമാണ് മാഡം അടുത്ത വീട്ടിലെ പയ്യനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അയാൾ എൻ്റെ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ എന്നോട് വലിയ മിണ്ടാട്ടമൊന്നുമില്ല. കണ്ടാൽ ചിരിച്ചെങ്കിലായി അല്ലെങ്കിലായി, അത്രയേ ഉള്ളൂ. എൻ്റെ 2 വർഷം സീനിയറാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴുണ്ട് അവൻ വീടിന് മുകളിൽ ചെറിയൊരു ജിം സെറ്റപ്പ് ചെയ്ത് അവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. വൈകുന്നേരമാണ് കൂടുതലും ചെയ്യുക കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ തുണി വിരിക്കാൻ പോകാൻ തുടങ്ങി. ചെറിയൊരു ഷോർട്സും ഇട്ട് അവൻ അവിടെ വർക്കൗട്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹൃദയമിടിപ്പ് ഏറെ. കാര്യം അത്രയും സൗന്ദര്യമുള്ള ഒരാൺ ശരീരം ഞാൻ സിനിമയിലും വീഡിയോയിലും ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ അടുത്തെങ്ങും അങ്ങനെ ബോഡി ഷേപ്പുള്ള ഒരാളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഷർട്ടിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ. അവൻ വിയർത്തൊലിച്ച് അവിടെ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും എൻ്റെ ഹൃദയം വിയർത്തൊലിക്കുകയായിരുന്നു. ഒരു ദിവസം അവനറിയാതെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടുണ്ട് ആതിര, അവൾ കഴിച്ചു കൊടുത്തു. അവൾ പറഞ്ഞു, എൻ്റെ മോളെ, നീ ഇതിൽ ലക്കിയാടി, നീ ഫോക്കസ് ചെയ്ത് എനിക്ക് അയച്ചു തരണം. എന്താണ് ഈ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവൾ എനിക്ക് അതിന് മറുപടി അയച്ചു, എടി ഞാനത് ശ്രദ്ധിച്ചില്ല, നീ ശ്രദ്ധിക്കണം, നീ ഡമ്പലിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, കാര്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്നിട്ട് ഫോക്കസ് ചെയ്ത് എനിക്കൊന്ന് അയച്ചതാ. ഞാൻ പറയാം, ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് കരിവണ്ടാണോ കാരിരുമ്പാണോ എന്ന്. ഞാൻ പറഞ്ഞു, ബോഡി എനിക്ക് പറ്റില്ലെന്ന് അവൾ ഞാൻ നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്ത് എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, ദൈവമേ, ഇന്ന് ഞാൻ കടയിൽ പോയി 1 കിലോ വഴുതനങ്ങ വാങ്ങിക്കുമെന്ന്. ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? ഇന്ന് നീ വഴുതനങ്ങ തോരനാണോ കഴിക്കുന്നത്? ആ തോരനോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്ന് പറഞ്ഞ് അവൾ എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് വോയിസ് നോട്ട് അയച്ചു. വൃത്തികിട്ടവളെ, ഇതിനാണോടി നീ വഴുതനങ്ങയുടെ കഥ പറഞ്ഞത്? നീ എന്തിനാണ് കടയിൽ പോയി അതൊക്കെ വാങ്ങിക്കുന്നത്? നീ ഇങ്ങ് വാ, എൻ്റെ കൂടെ വന്ന് എൻ്റെ വീട്ടിൽ 2 ദിവസം താമസിക്ക്. അവൻ കൺമുന്നിലല്ലേ, നീ കണ്ണ് കാണിക്കുകയോ വിളിച്ചോണ്ട് പോവുകയോ ഒളിച്ചോടുകയോ പ്രേമിക്കുകയോ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഓ, അവന് വേറെ സുന്ദരി പെണ്ണുങ്ങൾ കൂട്ട് കാണുമടി. കാര്യം അവൻ്റെ പുറകെ ഒത്തിരി പെണ്ണുങ്ങൾ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ആകും. ഒരു കാര്യം ചെയ്യ്, നീ ഭയങ്കര കേമിയല്ലേ, ഇളകി തുള്ളുവല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ നിൻ്റെ അയലത്തുകാരനാണെങ്കിൽ
നിനക്ക് തീർച്ചയായിട്ടും അവനെ വളച്ചെടുക്കാൻ പറ്റും. നീ ഒന്ന് കണ്ണ് കാണിക്ക്, അവൻ വീഴുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല സമയത്ത് കണ്ണ് കാണിച്ചിട്ട് അവൻ നോക്കാത്ത ടൈപ്പാണ്, എന്നെ അവനൊന്ന് വിഷ് ചെയ്യുക പോലും ഇല്ല, ചിരിച്ചെന്ന് വരുത്തുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു അതിപ്പം നീ ആണെങ്കിൽ സിഗ്നലൊന്നും കൊടുക്കാതുകൊണ്ടല്ലേ, നീ പച്ച സിഗ്നൽ കൊടുക്കുക, അപ്പോൾ അവനും പച്ച തരുമെന്ന്. ഓ ശരിയാവും തോന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അപ്പോൾ നിനക്ക് കഴിവില്ല, നീ കിടന്ന് തുള്ളുന്നത് വെറുതെയാണ്. കഴിവുള്ളവളാണെങ്കിൽ അവനെ വീഴ്ത്തിയേനെ, നിന്റെ തൊട്ടടുത്തുള്ള ഒരാളെ നിനക്ക് വീഴ്ത്താൻ കഴിവില്ല, അപ്പോൾ പിന്നെ നീ എന്തിനാടി വലിയ കേമയാണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവളിനെ കളിയാക്കി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു എനിക്കതിനൊന്നും താല്പര്യമില്ല, അവനവൻ്റെ പാട്ടിന് പോകട്ടെ എന്ന് പറഞ്ഞെങ്കിലും അവൾ അവനെ വർണ്ണിക്കുന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നിയത് ഇത്രയും അടുത്ത് അവനുണ്ട് എങ്കിൽ പിന്നെ ചൂണ്ടയിടണം, എനിക്കിരിക്കപ്പുറത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ കാണുന്നത് വർണ്ണാഭമായ അവരുടെ മാദകമായ പെരുമാറ്റങ്ങളും ഭാവങ്ങളുമാണ്. അവർ ഉറഞ്ഞാടുന്നു എന്നും ആ വീട്ടിലെപ്പോഴും ഒരു ഇട്ട് വട്ടം വരയ്ക്കുന്ന അന്തരീക്ഷമാണ്. അതിനിടയിൽ വളർന്നു വന്ന് എനിക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് തോന്നിയില്ലെങ്കിലല്ലേ ഉള്ളൂ മാഡം കുഴപ്പം. പിന്നീട് കോളേജിൽ കാണുമ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് പറയാൻ തുടങ്ങി, വയൽ വെച്ച് കാണുമ്പോൾ ചിരിക്കാൻ തുടങ്ങി. ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് ഒരു ദിവസം എന്നോടെന്താ എന്തെങ്കിലും വിരോധമുണ്ടോ, നമ്മൾ തൊട്ടടുത്ത വീട്ടിലല്ലേന്ന്, താൻ ഇത്രയും കാലമായിട്ടും എന്നോട് സംസാരിച്ചിട്ടില്ലോ. ഞാൻ പറഞ്ഞത് അമ്മയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ പറ്റില്ലായിരുന്നു, ഇപ്പം രണ്ടാനമ്മയാണല്ലോ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഇപ്പോഴാണ് ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടത്. ഞാൻ ഇടയ്ക്ക് ടെറസിൽ വന്നിരിക്കും, അപ്പോൾ നീ വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ആഹാ, അപ്പം ഞാൻ വർക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ടെറസിൽ വരുന്നത്? അല്ലല്ല, ഞാൻ തുണി വിരിക്കാൻ വരുന്നതാണ്, പിന്നെ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. ആ ചില സമയത്തൊക്കെ താനോടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, ഞാൻ ഫുൾ ടൈം ബോഡി മെയിൻ്റെനൻസിലാണെന്ന്. ഞാൻ പറഞ്ഞു ബോഡി മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് കാര്യമാണ്, കാമുകിമാർ വല്ലതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്തേ അങ്ങനെ ചോദിക്കാൻ, അല്ല ഞാൻ ചോദിച്ചതാ കാമുകിമാരുണ്ടോയെന്നും. ആ ഒരുത്തിൻ്റെ പുറകെ ഒത്തിരി കാലമായിട്ട് നടക്കുന്നു, പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടില്ല, എൻ്റെ ലക്ഷ്യം അതൊന്നുമല്ല. ഞാൻ ചോദിച്ചു എന്താ ലക്ഷ്യം, കൊച്ചി രാജാവിൻ്റെ കൊച്ചുമ്മനാകുക എന്നുള്ളതാണോ? ഒന്ന് പോ കളിയാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ അടുത്ത വീട്ടുകാരാണ്, എനിക്ക് നമ്പർ തന്നേ പറ്റൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വിളിക്കണം, എനിക്കിപ്പോൾ ആരുമില്ല, എൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് ഞാൻ കൂട്ടിക്കലർത്തി. കാര്യം എനിക്ക് പറ്റിയാൾ അവനാണ്, സ്വന്തമാക്കുകയാണെങ്കിൽ ആദ്യത്തെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുകയാണെങ്കിൽ അത്രയും തികഞ്ഞൊരാണിനെ തന്നെ വേണം. അവനാണെങ്കിൽ സ്വന്തം സൗന്ദര്യത്തിലൊക്കെ ഇത്തിരി ജാരയുള്ള ആളാണ്, എല്ലാവരോടൊന്നും ഇഷ്ടമില്ല, പുറകെ നടന്നിട്ടും ആരെയും ശ്രദ്ധിക്കാത്ത ടൈപ്പ്. അപ്പോൾ കീഴടക്കുകയാണെങ്കിൽ എവറസ്റ്റ് തന്നെ കീഴടക്കണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരി പറഞ്ഞു നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ പിക്ചർ എടുത്ത് അയച്ചു കൊടുക്കാൻ, എന്നിട്ട് ഒരു ഏരിയ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് താൻ അയച്ചു കൊടുത്തു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനും അയച്ചു കൊടുത്തില്ല, അന്യ ആൾക്കാരുടെ പടമൊന്നും ഞാൻ എടുക്കാറില്ല എന്ന് പറഞ്ഞ് ഞാൻ നല്ലവൾ ചമഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അതിനെന്തോ ഒരു പ്രശ്നമില്ല, നാളെ വർക്കൗട്ട് ചെയ്യുമ്പോൾ താൻ എടുത്തയച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് നല്ലൊരു സിഗ്നലാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പുറത്തെ ടെറസിലിരുന്ന് അവൻ്റെ ഫോട്ടോ എടുത്തു, അവൻ എനിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്മ്യൂണിക്കേഷനായി. അത് കഴിഞ്ഞ് അവൾക്ക് ഞാൻ അയച്ചൊന്നും കൊടുത്തില്ല, അയച്ചു കൊടുത്താൽ എനിക്ക് അസൂയ മൂക്കും, അവൾ പിന്നെയും വഴുതനങ്ങ വാങ്ങാൻ വേണ്ടി പോയി എന്നുള്ള കഥ പറയും, എനിക്കത് കേൾക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം ചാറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു അവൾക്ക് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അവളെന്നോട് പറയുകയാണ് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് കരിവണ്ടാണോ അതോ കാര്യമ്പാണോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞെന്ന്. അവനത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ആഹാ, തൻ്റെ കൂട്ടുകാരി ഇത്തിരി വലിയ ഡോസാണല്ലോ, അവളുടെ പടം വല്ലതുമുണ്ടോ, ഏതാവളെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ഓർത്തു ദൈവമേ, ഇനി അവിടെ പടം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അവന് ഇവളോട് സ്നേഹം തോന്നിയെങ്കിലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു അവളുടെ ഫോട്ടോ ഒന്നും കയ്യിലില്ല, ഇത്ര അടുത്ത കൂട്ടുകാരിയായിട്ടും എന്താ ഫോട്ടോ കയ്യിലില്ലാത്തത്, അവളുടെ ഫോട്ടോ ഒന്ന് അയച്ചതാ, കൊള്ളാമോ ഞാൻ നോക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങനെ സുഖിക്കേണ്ട കാര്യമില്ല, ഞാനിവിടെ നിൽക്കുമ്പോൾ അവളെ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് തുടങ്ങിയതാണ്. ഒരു ദിവസം രാത്രിയായപ്പോൾ അവൻ എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നു. ഞാൻ ചോദിച്ചു എന്തിനാ ഈ ഫോട്ടോ എനിക്ക് അയച്ചതെന്ന്. കൂട്ടുകാരിയല്ലേ പറഞ്ഞത് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ ഫോട്ടോ വേണമെന്ന്. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന് സൗന്ദര്യം കുറവാണ്, ഉണർന്നിരിക്കുന്ന കുഞ്ഞിനാണ് സൗന്ദര്യം കൂടുതൽ, അതുകൊണ്ട് ഇത് ഉണർന്നിരിക്കുന്ന ഫോട്ടോ ആണെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. കൺകുളിർക്ക് കണ്ട് ഞാൻ മനസ്സിൽ ആഹ്ലാദിച്ചു. പക്ഷെ ഞാൻ അവനെ കുറ്റം പറഞ്ഞു. എൻ്റെ കൂട്ടുകാരിക്കൊന്നും ഞാനിതൊരിക്കലും അയച്ചു കൊടുക്കില്ല, മേൽ എനിക്ക് ഇത്തരം ഫോട്ടോസ് ഒന്നും അയച്ചു തരരുത് എന്ന് പറഞ്ഞു. അത് തനിക്ക് വേണ്ടിയിട്ടല്ല, തൻ്റെ കൂട്ടുകാർ പറഞ്ഞതല്ലേ, അവൾക്കും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കാണാൻ ആഗ്രഹമില്ലേ, അവൾ കണ്ടോട്ടെ, അത്രയേ ഉള്ളൂ. എനിക്ക് ഫർദറായിട്ടുള്ള ഒരു കാര്യം വേണ്ട, എനിക്ക് ആരെ അത്ര താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഒരു ആരാധിക എന്നുള്ള നിലയ്ക്ക്
അവൾക്ക് കൊടുക്കുന്നൊരു സമ്മാനമായി കരുതിയാൽ മതിയെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ ദേഷ്യം വന്നു. ഇല്ല, ഞാൻ കൊടുക്കില്ല. ഈ കുഞ്ഞിനെ ഞാൻ താലോലിച്ച് വളർത്തും. ഈ കുഞ്ഞ് എൻ്റെയാണ്, എനിക്ക് സ്വന്തം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെയും 2-3 ദിവസം അതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാനൊന്നും വയ്യ. എനിക്കാരോടും പ്രേമമില്ല, താല്പര്യമുണ്ട്. പക്ഷേ റിസ്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നീ മാനേജ് ചെയ്തോണം. എനിക്ക് പിന്നെ ഒളിച്ചോടാനോ കല്യാണം കഴിക്കാനോ ബാധ്യതയാകാനോ എൻ്റെ തലയിലാകാനോ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ കറങ്ങാൻ വരാം. പക്ഷേ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബാധ്യതകളോ റിസ്ക്കോ ഇല്ലാത്ത ബന്ധമായിരിക്കണം. പ്രേമമാണ് മണ്ണാക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. എനിക്ക് അത്രേ ഉള്ളെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അവനോട് പ്രേമമുണ്ട്, സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലും എൻ്റെ ഭർത്താവായിട്ടൊന്നും വേണ്ട. എനിക്ക് കാര്യങ്ങൾ നന്നായി നടന്നു കിട്ടണം. കാര്യം ഇതുവരെയും അനുഭവിക്കാത്ത ആ വേലിക്കല്ലുകൾ എനിക്ക് താണ്ടിക്കടക്കണം. ആ മണിപ്പുഴയിൽ എനിക്ക് നീന്തി തുടിക്കണം. ആ പ്രവാഹത്തിൽ എനിക്കറിയണം, കണ്ടെടുക്കണം. എനിക്കതിൽ നിന്നും വലിയ വലിയ മീനുകളെ എന്ന് വിചാരിച്ചാണ് ഞാൻ അവൻ്റെ എല്ലാ കാര്യത്തിനും സമ്മതിച്ചത്. ഇവിടെയാണെങ്കിൽ നാഥനെല്ലാ കളരിയാണ്. ടൂർ പോകണമെന്നോ 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞാലോ അച്ഛൻ ശ്രദ്ധിക്കാറില്ല. അവർക്കാണെങ്കിൽ എന്നെ ഒട്ട് ശ്രദ്ധയുമില്ല. അവർക്ക് വേറെ പലതുമാണല്ലോ ശ്രദ്ധ. അടങ്ങാത്ത ഒരു തീയാണവർ. അപ്പോൾ പിന്നെ ആ തീ എന്നെയും ചൂട് പിടിപ്പിക്കില്ലേ മാഡം? നേച്ചർ ക്ലബ്ബുണ്ട്, അതിന് യാത്രകളുണ്ട് എന്നൊക്കെ ഞാൻ പറയും. ഇടയ്ക്ക് പണം തരില്ല, പക്ഷെ ഞാൻ വഴക്കുണ്ടാക്കും. അപ്പോൾ പണം തരും. അപ്പോഴേക്കും ആൻറ്റി പറയും, ആ നേച്ചർ ക്ലബ്ബ് അവക്കും വല്ല കമ്പോ തടിയോ ഒക്കെ കാണാനുള്ള മോഹമായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിനെ കളിയാക്കാറുണ്ട്. ഞാൻ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾക്കും മരവും മരത്തടിയൊക്കെ എപ്പോഴും വേണം, അപ്പോൾ എനിക്കെന്താ ഒരു ചുള്ളിക്കമ്പെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ ഇതിനെ ഡിഫെൻസ് ചെയ്തു. പിന്നെ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും തിരിച്ച് 16ാമത്തെ വർത്തമാനം പറയാൻ തുടങ്ങി. അതോടുകൂടി പുള്ളിക്കാരി ഇത്തിരി ഒന്ന് ഒതുങ്ങി. എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കില്ല. അങ്ങനെയാണ് ഇവൻ പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടി 2-3 വട്ടം ഊട്ടിയിൽ പോയി. പിന്നെ അവിടെ മടുത്ത് കഴിഞ്ഞപ്പോഴേക്കും 2-3 ഹില്ലി ഏരിയാസിൽ പോയി, വയനാട് പോയി. അങ്ങനെ ഒരു 2-3 മാസം കൂടി കഴിയുമ്പോഴേക്കും റിസോർട്ടുകളിലും മറ്റും താമസിക്കാൻ പോകാൻ തുടങ്ങി. അന്ന് എനിക്ക് എൻ്റെ മോഹങ്ങൾ സഫലീകൃതമാകുകയായിരുന്നു. കാര്യം ഒളിപ്പിച്ചു വെച്ചതെല്ലാം എനിക്ക് സ്വന്തമായി. എൻ്റെ കൂട്ടുകാരി അവിടെ വഴുതനങ്ങ കടയിലേക്ക് ഓടുന്നു. എനിക്ക് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അവനെ കാണുമ്പോൾ തന്നെ ഞാൻ സംപ്രീതയാകുന്നു. എനിക്ക് എല്ലാം അനുഭവവേദ്യമാകുന്നു. എൻ്റെ എല്ലാ ചോലകളിലും മുങ്ങി നീരാടാൻ വന്ന സൂര്യപ്രഭാവമുള്ള എൻ്റെ പൊൻകുട്ടനാണവൻ. അവനോടുള്ള ആവേശം കൂടിക്കൂടി പോയി കൈത്തോട് കനാലായി എന്ന് പറഞ്ഞതായി എൻ്റെ അവസ്ഥ. എന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം എപ്പോഴാണ് ഇനി ഒരു കല്യാണം വരിക എന്നൊന്നും അറിയില്ല. ഇഷ്ടപ്പെട്ട ഒരുത്തനെ ഇഷ്ടപ്പെട്ട കാലത്തേക്കെങ്കിലും കിട്ടുക, അതെങ്കിലും നടന്നല്ലോ. പക്ഷേ കല്യാണം കളവാണ്, റിസ്ക്, പ്രേമം അതൊന്നും അവന് ഇഷ്ടമല്ല. പക്ഷേ കർമ്മപദത്തിൽ അവൻ നല്ലൊരു കർമ്മയോദ്ധാവാണ്. അത്രമാത്രം അത് മതിയായിരുന്നു എനിക്കും. ഞാൻ ഓർത്തു അവൻ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അവനെ വെറുതെ ഞാൻ പിടിച്ചു വലിക്കരുതെന്ന്. പക്ഷേ മാഡം, എല്ലാ സുരക്ഷകളും അവൻ അറിയാമായിരുന്നു. എല്ലാ വട്ടവും അവൻ സുരക്ഷാ കവചം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരിക്കലും അബദ്ധമുണ്ടാകരുതെന്ന് അവൻ പറഞ്ഞു. പക്ഷേ മാഡം, ഏകദേശം ഒരു 3-4 മാസത്തിന് മുമ്പ് അബദ്ധം സംഭവിച്ചു. എങ്ങനെയാണെന്ന് അറിയില്ല. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ റിസ്ക്കാണ്, നീ തേടി വന്നതാണ്, ഞാൻ ഏറ്റെടുക്കില്ല, നീ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കാമെന്ന്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു, പ്ലീസ് എൻ്റെ കൂടെ നിൽക്കൂ, ഇത് നിനക്ക് ബാധ്യതയാകില്ല, എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ എവിടേക്കോ തപ്പി അന്വേഷിച്ചിട്ടാണ് ഇത് ശരിയാക്കാൻ പറ്റിയ ഡോക്ടറെ കിട്ടിയത്. അയാളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ബോധമില്ലേ? ഞങ്ങൾ പറഞ്ഞു, സുരക്ഷ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാണ് സാറിന്. അപ്പോൾ പുള്ളി പറഞ്ഞു, അതൊക്കെ ചില സമയത്ത് ഫെയിലാകാം, സൂക്ഷിച്ചും കണ്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് കാര്യങ്ങൾ ഒഴിവാക്കി തന്നത്. അതോടുകൂടി അവൻ പിന്നീട് എൻ്റെ മോഹവലയത്തിലേക്ക് വന്നിട്ടില്ല. അവൻ പറഞ്ഞത് എൻ്റെ കൂടെ വരുന്നത് റിസ്ക്കാണ്, അതുകൊണ്ട് ഈ ഒരു 10-100 സെഷൻ കൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു, ഇനി വേണ്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ശരീരത്തിനെതിരെ ആലസ്യമുള്ളത് കൊണ്ട് എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ
എൻ്റെ ശരീരം പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവനെ ഒത്തിരി മിസ് ചെയ്യുന്നു മാഡം. അവനോട് പറഞ്ഞിട്ട് അവൻ കൺവിൻസ് ആകുന്നില്ല. അത് റിസ്ക്കാണ്, നിൻ്റെ കയ്യിലെ തെറ്റാണ്, എന്തോ റിസ്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഒരു റിസ്ക്കുമില്ല മാഡം, എന്തോ അബദ്ധം പറ്റിയതാണ്. 100% സുരക്ഷിതമാണോ മാഡം? ഇത്തരം സുരക്ഷാ കവചങ്ങൾ എങ്ങനെയാണ് എനിക്ക് ഈ അബദ്ധം പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല. എൻ്റെ മനസ്സിന് നല്ല വേദനയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 100% സുരക്ഷിതമായ ഒരു കാര്യമല്ല ഇത്തരം സുരക്ഷാ കവചങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നേർത്ത മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നല്ല ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കേണ്ടതാണ്. ആവേശം അധികമായുള്ള ചലനങ്ങൾ ചിലപ്പോൾ താങ്ങിയെന്ന് വരില്ല. അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ അത് ഫെയിലിയർ ആകാം. അതിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ഹോളൊക്കെ വീഴുകയൊക്കെ ചെയ്യാം. അതുകൊണ്ടത് 100% സുരക്ഷിതമായ ഒരു കാര്യം അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അബദ്ധങ്ങൾ സംഭവിക്കാം, എത്രയൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും. കാര്യം മനുഷ്യന് ആവേശം കൂടി കഴിയുമ്പോഴേക്കും അവിടെ നടക്കുന്ന കാര്യങ്ങളെ നമുക്കൊരിക്കലും പറ്റില്ല അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിയന്ത്രിതമായ രീതിയിൽ അത് ശ്രദ്ധിച്ചൊക്കെയാണെങ്കിൽ ഓക്കെ. പക്ഷെ പലപ്പോഴും അതൊന്നും മനുഷ്യന് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണെങ്കിലും ഒരു ഫെയിലിയർ റേറ്റ് ഉണ്ട്. അങ്ങനെ ഉണ്ടാകാം, പറയാൻ പറ്റില്ല. ഏത് ഒരു കാര്യങ്ങളാണെങ്കിലും 100% ഒന്നിനും ഒരു സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്നില്ല. എവിടെ വേണമെങ്കിലും അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെ സംഭവിച്ചതാണ്. എന്തായാലും അതൊഴിവായി കിട്ടി. പക്ഷേ എനിക്ക് പറയാനുള്ളത് കിട്ടിയത് കിട്ടി, അവൻ പോയത് പോയി. പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഒരിക്കലും മനസ്സ് മാറരുതായിരുന്നു. നല്ലൊരു പെൺകുട്ടിയായിട്ട് വളർന്നു വരണം. കാര്യം ഈ വന്നിരിക്കുന്ന രണ്ടാമതെന്ന് പറഞ്ഞ സ്ത്രീ ശരിയില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ എന്തിനാണ് അവരുടെ ശരിയില്ലാത്ത സ്വഭാവം നിങ്ങൾ സ്വീകരിച്ചത്? അവരെ കണ്ട് നിങ്ങൾ ഇൻസ്പയറായി അടുത്ത വീട്ടിലെ പയ്യനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് കയറി ഇത്രയും കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. അവനാണെങ്കിൽ ടൈം പാസിനൊക്കെ, പക്ഷേ റിസ്ക് എടുക്കാൻ വയ്യാന്ന് പറഞ്ഞു. എന്നിട്ടും അവൻ ആ ഒരു റിസ്ക് വന്നപ്പോൾ കൂട്ടു നിന്നു. ഇതെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്. അവൻ ആദ്യമേ വള്ളുവിളി വിടാതെ എല്ലാം പറഞ്ഞതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവന് റിസ്ക് എടുക്കാൻ പേടിയായിരിക്കാം. അവൻ്റെ കാര്യം നോക്കണം. നിങ്ങളോട് പ്രേമമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പേര് അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും ഈ പ്രായത്തിൽ പോകേണ്ട കാര്യമില്ലായിരുന്നു. കുറച്ചുകൂടെയൊക്കെ ഒന്ന് വിവേകപൂർവ്വം പെരുമാറിയിരുന്നെങ്കിൽ ഇത്തരം റിസ്കുകളുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലക്ഷ്യബോധമില്ല. നന്നായി പഠിക്കുക, ജോലി നേടുക, നല്ലൊരു കുടുംബിനി ആകണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് പോകരുത്. ഇപ്പം നടന്ന സംഭവത്തോടുകൂടി പാഠം പഠിച്ച് അത് നിർത്തുക, നല്ല കുട്ടിയായി പോകുക എന്ന് മാത്രമേ എനിക്ക് ഉപദേശിക്കാൻ പറ്റുന്നുള്ളൂ.